നിങ്ങൾ ജീവിതത്തിൽ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്നവരാണോ? എപ്പോഴും ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുക, എപ്പോഴും ഓരോ കാര്യങ്ങളെക്കുറിച്ച് പേടിക്കുക, അല്ലെങ്കിൽ എന്നെ ഇനി എന്താവും, അതെന്താവും, ഇതെന്താവും, അയ്യോ ഭയങ്കര കാര്യങ്ങൾ, എൻ്റെ പഠനം, എൻ്റെ ജോലി, എൻ്റെ സമ്പത്ത്, അങ്ങനെ ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 38-ാം വാക്യം മുതൽ 42 വരെ ഈശോ മർത്തായെയും മറിയത്തെയും കണ്ടുമുട്ടുന്നുണ്ട്. അവിടെ മർത്ത മറ്റു പല കാര്യങ്ങൾ ഇങ്ങനെ വ്യാപൃതനായിട്ട് മാറുമ്പോൾ മറിയം ഈശോയുടെ അടുക്കലിരുന്ന് വചനം ശ്രവിക്കുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ ഞാൻ ധ്യാനിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം നമ്മൾ ശാന്തരായിട്ടിരിക്കാനായിട്ട് സമയം കണ്ടെത്തണം. നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങി എണീറ്റ് തിരിച്ച് നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയം വരെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അങ്ങനെ എപ്പോഴും നമ്മുടെ ജീവിതം ഇങ്ങനെ റഷായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു സമയത്ത് എപ്പോഴെങ്കിലും കുറച്ച് സമയം നമ്മളെ തന്നെ ശാന്തരാക്കിയിരിക്കാനായിട്ട് കുറച്ച് നേരം ഒന്നും ചെയ്യാതെ നമ്മളെ തന്നെ ശാന്തമാക്കി വളരെ സ്വസ്ഥതയോടെയും വളരെ സമാധാനത്തോടെയും നമ്മുടെ ശ്വാസോച്ഛ്വാസമൊക്കെ ഒന്ന് നിയന്ത്രിച്ച് വളരെ സ്വസ്ഥമായിട്ടിരിക്കാൻ നമ്മൾ കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തണം. അത് നമുക്ക് സാധിക്കുന്ന ഏറ്റവും നല്ല സ്ഥലം നമ്മുടെ ദേവാലയമാണ്. ഇനി ദേവാലയത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കുറച്ച് നേരം നമ്മളെ തന്നെ ശാന്തമാക്കിയിരിക്കാൻ പറ്റണം. കുറേ നേരം ശാന്തമായിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതം ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും. പക്ഷേ കുറച്ച് സമയം നമ്മളെ തന്നെ ശാന്തരാക്കാനായിട്ട് മാറ്റിവെക്കണം. അപ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ കുറയാനായിട്ട്, നമുക്ക് ജീവിതത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതൊരു വണ്ടിയും നിർത്താതെ ഓടിക്കഴിഞ്ഞാൽ ഒരു ദിവസം നിൽക്കും. പക്ഷെ പ്രിയമുള്ളവരെ, കുറച്ച് സമയം വണ്ടി നിർത്തിയിട്ട് കാഴ്ചകളൊന്ന് കണ്ട് ആ വണ്ടിക്ക് കുറച്ച് സ്വസ്ഥത കിട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടി കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകും. അങ്ങനെ നിങ്ങൾക്കും കുറച്ച് നേരം ശാന്തമായിരുന്ന് ജീവിതത്തെ കുറച്ചും കൂടി മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ.